ഖത്തറിന് പിന്നാലെ യമനിലേക്കും ആക്രമണം നടത്തി ഇസ്രയേൽ. സനായിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ 35 മരണം. ഇസ്രയേൽ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയെന്ന് നെതന്യാഹു. ഖത്തർ ആക്രമണത്തിൽ GCC രാഷ്ട്രങ്ങൾക്ക് അമർഷം. നെതന്യാഹുവിനെ അതൃപ്തി അറിയിച്ച് ട്രംപ്. ഒറ്റപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയും മാധ്യമപ്രവർത്തകനുമായ ചാർലി കർക്ക് വെടിയേറ്റു മരിച്ചു. ആക്രമണം യൂട്ടാ വാലി ക്യാമ്പസിൽ പരിപാടിയിൽ പങ്കെടുക്കവേ. കൊല്ലപ്പെട്ടത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകൻ. പ്രിയപ്പെട്ട വ്യക്തിയെ നഷ്ടപ്പെട്ടുവെന്ന് ട്രംപ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ദേവസ്വം ബോർഡ്. പാളികളുടെ അറ്റകുറ്റപ്പണി ചെന്നൈയിൽ തുടങ്ങിയെന്നും തിരികെ എത്തിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ ബോർഡിന് കഴിയില്ലെന്നും ദേവസ്വം ബോർഡിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിക്കും. ഹർജി പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക്. പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ. സർക്കാരോ പട്ടികവർഗ ക്ഷേമ വകുപ്പോ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. വയനാട്ടിലുൾപ്പെടെ കമ്മീഷൻ വ്യവസ്ഥയിൽ പണം ലഭിക്കാൻ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറി കുരുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികളടക്കം 500ഓളം യുവാക്കൾ. മ്യൂൾ അക്കൗണ്ട് എന്നറിയപ്പെടുന്ന തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് സൈബർ പോലീസിന്റെ അറസ്റ്റ് ഭീഷണി നേരിടുന്നത് നിരവധി യുവാക്കൾ. ഏഷ്യാ കപ്പിൽ ഞായറാഴ്ചത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിയമ വിദ്യാർത്ഥികളുടെ പൊതുതാൽപര്യ ഹർജി. പെഹൽഗാം ആക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനുമായുള്ള മത്സരം സൈന്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമെന്നും പൊതുജനങ്ങൾക്ക് ദേശവിരുദ്ധ സന്ദേശം നൽകുമെന്നും ഹർജിക്കാർ.